ഒന്നാമത്തെ ചോദ്യം, ശേഖർ കപൂറിന്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർ മാധവനാണ്. ആർ മാധവൻ. രണ്ടാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. പാകിസ്ഥാനും ശ്രീലങ്കയും. മൂന്നാമത്തെ ചോദ്യം, കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന, സംസ്കരണം, കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ്? ഓപ്ഷൻ സി ക്യാബ്കോ. നാലാമത്തെ ചോദ്യം, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡിന് ഷാഹി കബീറിനെ അർഹനാക്കിയ മലയാള ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നായാട്ട്. സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി. ഓപ്ഷൻ സി നീരാക്ഷി. താഴെ പറയുന്നവ പരിഗണിക്കുക. ഇതിൽ 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഒന്നാമത്തത് ഹർമൻപ്രീത് സിംഗും മൂന്നാമത്തത് ലോവ്ലിന ബോർഗോഹെയ്നും ഹർമൻപ്രീത് സിംഗുമാണ് 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഏഴാമത്തെ ചോദ്യം, 2023 നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി നീരജ് ചോപ്ര. ഇനി എട്ടാമത്തത്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ 4 പ്രസ്താവനകളുണ്ട്. അതിൽ എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഓരോ പ്രസ്താവനയും നോക്കാം. ഒന്നാമത്തത്, രാജ്യത്തെ സമുദ്ര തീരങ്ങളിലെ സുരക്ഷ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ ദേശീയ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് സാഗർ സമ്പർക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയെ നേരിടാൻ പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപം നൽകിയ വിശാല സഖ്യമാണ് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. മൂന്നാമത്തെ പ്രസ്താവന, അന്താരാഷ്ട്ര കണ്ടൽക്കാട് സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മാൻഗ്രോവ് സെൽ ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, മധ്യപ്രദേശിലെ വീണ്ടും തുറക്കുന്ന ഫോസിൽ മ്യൂസിയമാണ് ഇൻഡോറിലെ റാലമണ്ടൽ വന്യജീവി സങ്കേതത്തിലെ ഫോസിൽ മ്യൂസിയം. ഈ 4 പ്രസ്താവനകളും കറക്റ്റാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒമ്പതാമത്തെ ചോദ്യം, BPL കാർഡുകാർക്ക് 10 കിലോ അരി നൽകുന്ന അന്നഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകം. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. 11ാമത്തെ ചോദ്യം, ലോകത്തിന്റെ കരഭാഗത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യ? ഓപ്ഷൻ സി 2.4% ഇന്ത്യയുടെ വലിപ്പം. ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. പോഷക നദിയും പ്രധാന നദിയും തമ്മിൽ കണക്ട് ചെയ്യണം. അതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നാമത്തതിൻ്റെ യോജിച്ചത് സി ആണ്. അതായത് ഹിരൺ എന്ന് പറയുന്ന പോഷക നദി നർമ്മദ എന്ന് പറയുന്ന നദിയുടേതാണ്. നർമ്മദേൻ്റെ പോഷക നദിയാണ് ഹിരൺ. അതുപോലെ രണ്ടാമത്തത് ബി ആണ്, ഗിർണ എന്ന് പറയുന്നത് താപ്തി നദിയുടെ പോഷക നദിയാണ്. 3A ആണ് ശബരി എന്ന് പറയുന്നത് ഗോദാവരിൻ്റെ പോഷക നദിയാണ്. ഇനി 4D അമരാവതി എന്ന് പറയുന്നത് കാവേരിൻ്റെ പോഷക നദിയാണ്. ഇനി 13ാമത്തത്, ഔദ്യോഗിക അവകാശവാദ പ്രകാരം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു? 7 രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ഖാദർ, ബംഗർ എന്നിവ ഏത് തരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഖാദർ, ബംഗർ ഇതൊക്കെ എക്കൽ മണ്ണാണ്. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായത്? 1, 2, 3 അതിൽ ഒന്നാമത്തത് പരീക്കുഡ് ദ്വീപ് എന്ന് പറയുന്നത് ചിൽക്ക തടാകത്തിലാണ്. ജിംബ്രാൾട്ടർ പാറ ഹുസൈൻ സാഗർ തടാകത്തിലാണ്.
കറാങ് ദ്വീപ് ലോക്തക് തടാകത്തിലാണ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഇവിടെ തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ശരിക്കും ചിൽക്ക തടാകത്തിലാണ് ഉള്ളത്. ഇനി 16ാമത്തെ ചോദ്യം, ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻ സെന്റ് ആൻഡേഴ്സ് കണ്ടെത്തിയത്? ഏത് നദിയുടെ ഉത്ഭവമാണ് ഹെഡിൻ സെന്റ് ആൻഡേഴ്സ് കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രന്റെ ഉറവിടമാണ് അദ്ദേഹം കണ്ടെത്തിയത്. വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. തമിഴ് സിനിമാ വ്യവസായത്തിന് കോളിവുഡ് എന്ന പേര് ലഭിക്കാൻ കാരണമായ സ്ഥലമാണ് കോടമ്പാക്കം. ഓപ്ഷൻ സി, കോടമ്പാക്കം. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? അത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹാർ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പാലമാണ് മൈത്രി സേതു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പാലമാണ് മൈത്രി സേതു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് വൈസ്രോയി ചെംഫോർഡ് പ്രഭുവാണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് വൈസ്രോയി ചെംഫോർഡ് പ്രഭുവാണ്. ഇനി താഴെ തന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ 1, 2, 4 ശരിയായ പ്രസ്താവനകൾ, 3 തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാൻ കാരണം 1-ാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സുൽത്താനോട് സ്വീകരിച്ച അവഹേളനപരമായ സമീപനമാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, അലി സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. അത് ശരിയാണ്. എന്നാൽ മൂന്നാമത്തത് 2019 അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം ലാഹോറിൽ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അത് ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. നാലാമത്തെ ചോദ്യം, 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മഹാത്മാഗാന്ധിജിയാണ്. അതും കറക്റ്റാണ്. ഇനി അടുത്തത് 23ാമത്തത്, 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചത് ഏത് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനാണ്? അത് സെയ്ഫുദ്ദീൻ കിച്ചിലു, സത്യപാൽ എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചത്. 24ാമത്തെ ചോദ്യം, കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് അവസരത്തിലാണ്? അത് ദണ്ഡി മാർച്ചിൻ്റെ സമയത്താണ്. ദണ്ഡി മാർച്ച് നടക്കുന്ന സമയത്താണ് ഗാന്ധിജി കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത? ഉത്തരം ഓപ്ഷൻ ഡി, ബീഗം ജഹനാര ഷാനവാസ് ആണ്. ബീഗം ജഹനാര ഷാനവാസ്. 26ാമത്തെ ചോദ്യം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, അതായത് CSP ഭരണഘടന പ്രകാരം പാർട്ടി അംഗങ്ങൾ ഏത് സംഘടനയിൽ അംഗത്വമുള്ളവരായിരിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് വേണമെന്നാണ് അതിൽ പറയുന്നത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സഹജാനന്ദ് സരസ്വതി. സഹജാനന്ദ് സരസ്വതി. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സഹജാനന്ദ് സരസ്വതി. 28ാമത്തെ ചോദ്യം, വ്യക്തി സത്യാഗ്രഹം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ സി, ഉത്തരം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് വ്യക്തി സത്യാഗ്രഹം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന, അലഹാബാദ് ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഭാഗികമായ സ്റ്റേ അനുവദിച്ച സുപ്രീം കോടതി ജഡ്ജിയാണ് VR കൃഷ്ണയ്യർ. ശരിയാണ്. രണ്ടാമത്തത്, 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധിയെ ഉപദേശിച്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് സിദ്ധാർത്ഥ ശങ്കർ റേ. ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ശരിയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദം പ്രയോഗിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ്. ഇതിലെ എല്ലാ പ്രസ്താവനയും ശരിയാണ്. 30ാമത്തെ ചോദ്യം, 1977 ജനതാ പാർട്ടി സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായൺ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിന്റെ തലവൻ ആരായിരുന്നു?
സർദാർ വല്ലഭായി പട്ടേലായിരുന്നു. ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൂന്നാം ഭാഗത്താണ്. മൂന്നാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ 12 ആണ്. 12ാമത്തെ അനുച്ഛേദത്തിലാണ് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് 34. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. 2 പ്രസ്താവനകളുണ്ട്, അത് രണ്ടും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന, ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട രാഷ്ട്രീയ സന്ദർഭം 1911 കോൺഗ്രസ് സമ്മേളനമായിരുന്നു. പ്രസ്താവന 2, BN ദർ ആയിരുന്നു 1911 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 35ാമത്തെ ചോദ്യം, പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 19 ആണ്. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായത് എന്ന് കരുതപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം 19 ആണ്. ഗോവധം നിരോധിക്കണം എന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ചേർത്തിരിക്കുന്നത്? തന്ന ഓപ്ഷനിൽ ഉത്തരമല്ല, ഇവയൊന്നുമല്ല. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ശകവർഷത്തിലെ 12 മാസങ്ങളിൽ അവസാനത്തേത് ഏതാണ്? ഓപ്ഷൻ ഡി ഫാൽഗുനം. ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഇതിലെ എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഓരോന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ്. രണ്ടാമത്തത്, സെക്ഷൻ 2F ആണ് വിവരാവകാശ നിയമത്തിൽ വിവരം എന്നതിനെ നിർവചിക്കുന്ന വകുപ്പ്. സെക്ഷൻ 2F ആണ് വിവരാവകാശ നിയമത്തിൽ വിവരം എന്നതിനെ നിർവചിക്കുന്ന വകുപ്പ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോടതിയിൽ വിലക്കുള്ള വിവരങ്ങളെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ 8ാമത്തെ സെക്ഷനിലാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടാൽ 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. 40ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് MM പരീതുപിള്ള. ഇനി 41, 2011 സെൻസസ് പ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഓരോ നോക്കാം. ഒന്നാമത്തേത്, ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരളത്തിൽ അധിവസിക്കുന്നത്. നെഗറ്റീവ് വളർച്ചാ നിരക്കുള്ള കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ടയും ഇടുക്കിയും. കേരളത്തിലെ നഗര ജനസംഖ്യ 47.7%. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ാമതാണ്. ഇത്തരം 4 ഓപ്ഷനുകളും ശരിയാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിന് സമാന്തരമായി നീളുന്ന പ്രധാന ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. 44ാമത്തെ ചോദ്യം, പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? അത് പമ്പയിലാണ്. പെരുന്തേനരുവി പമ്പയിലാണ്. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, അഞ്ചരക്കണ്ടി പുഴയിലാണ്. അഞ്ചരക്കണ്ടി. ഇനി 46ാമത്തെ ചോദ്യം, പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. അണക്കെട്ടും അത് സ്ഥിതി ചെയ്യുന്ന നദിയുമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ജോഡികൾ. 1A, അതായത് കരിക്കയം അണക്കെട്ട് പമ്പയിലാണ്. 2D, കക്കയം അണക്കെട്ട് കുറ്റ്യാടിപ്പുഴയിലാണ്. 3B ആണ് കല്ലാർകുട്ടി അണക്കെട്ട്, അത് മുതിരപ്പുഴയിലാണ്. കല്ലാർകുട്ടി അണക്കെട്ട്. പഴശ്ശി ഡാം, അത് വളപട്ടണം പുഴയാണ്. പഴശ്ശി ഡാം ഉള്ളത് വളപട്ടണം പുഴയിലാണ്. ഇനി 47ാമത്തെ ചോദ്യം, മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്? മീൻമുട്ടി വെള്ളച്ചാട്ടം ആറളം വന്യജീവി സങ്കേതത്തിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ.
കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ ഇനമാണ് ഹോക്കി. മാനുവൽ ഫ്രെഡറിക്കിൻ്റെ ഇനം ഹോക്കി. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ സമ്മേളനമായ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി 1920 53-ാമത്തെ ചോദ്യം, 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം ഓപ്ഷൻ എ വടകര. വടകരയിൽ നടന്ന KPCC യോഗമാണ് 1931 വടകരയിൽ വെച്ച് ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 54-ാമത്തെ ചോദ്യം, കീഴരിയൂർ ബോംബ് കേസിലെ അറസ്റ്റിലായ പ്രമുഖ നേതാവാണ് ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോനാണ് കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ്. അടുത്ത ചോദ്യം, ഡിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് G. രാമചന്ദ്രൻ. ഡിണ്ടിഗലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് G. രാമചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, ഇതിൽ ശരിയായത് കണ്ടെത്തുക. ഇപ്പോൾ 2 പ്രസ്താവനകളും ശരിയാണ്. ഇപ്പോൾ ഓരോ പ്രസ്താവനയും നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം. 2-ാമത്തെ പ്രസ്താവന, 1924 ജനുവരി 24 എറണാകുളത്ത് നടന്ന KPCC യോഗമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ അയിത്തോച്ചാടനത്തെ മുൻഗണന നൽകാൻ തീരുമാനിച്ചത്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 58-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിനെ സംബന്ധിച്ച മറ്റെല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോയാലും മഹാരാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ഒറ്റ പ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന പരാമർശം ആരാണ് നടത്തിയത്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. 59-ാമത്തെ ചോദ്യം, ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദനാണ്. അടുത്തത്, പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. ഇതിൽ യഥാർത്ഥ പേരുകളാണ്. അതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക. 1ൻ്റെ ഉത്തരം സി, അതായത് സുബ്ബരായ പണിക്കർ എന്ന് പറയുന്നത് തൈക്കാട് അയ്യൻ്റെ പേരാണ്. സുബ്ബരായ പണിക്കർ എന്ന് പറഞ്ഞാൽ തൈക്കാട് അയ്യൻ്റെ പേരാണ്. 2 ബി ആണ്. വെങ്കിടാചലം അയ്യർ എന്ന് പറയുന്നത് വേദബന്ധു. വെങ്കിടാചലം അയ്യർ വേദബന്ധു. 3 ഡി ആണ്. അയ്യപ്പൻ. അയ്യപ്പൻ എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമീൻ്റെ പേരാണ്. 4ൻ്റെ ആൻസർ എ ആണ്. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗീൻ്റെ പേരാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ബൈപ്പാസ് സർജറി ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകമാണ് വൈറ്റമിൻ സി. എന്നാൽ EBA ഈ വൈറ്റമിൻസ് ഒക്കെ പാലിലും മുട്ടയിലും ഉണ്ടാവും. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡിൻ്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത്. ബാക്ടീരിയ പരത്തുന്ന രോഗമായ ബോട്ടുലിസം പകരുന്നത് എന്ത് മുഖേനയാണ്? ബോട്ടുലിസം അത് ആഹാരം വഴി പകരുന്ന രോഗമാണ്. പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ൻ്റെ ആൻസർ സി, അതായത് എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ബാക്ടീരിയ. 2ൻ്റെത് ബി ആണ്. മലമ്പനി രോഗത്തിൻ്റെ വാഹകർ എന്ന് പറയുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. 3A ടൈഫസ് രോഗം പരത്തുന്ന രീതി ജീവി എന്ന് പറയുന്നത് പേനാണ്. ടൈഫസ് രോഗം പരത്തുന്നത് പേനാണ്. പേൻ. നിപ്പ രോഗത്തിന് കാരണമായ ജീവി അത് വൈറസാണ്. നിപ്പ വൈറസാണ്.
താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. ഇവയിൽ വാഴയുടെ ഇനങ്ങൾ ഏതെല്ലാം? വാഴയ്ക്ക് ഇതിൽ തന്നത് 3 ഇനങ്ങളാണ്: നേന്ത്രൻ, ഏത്തൻ, കാവൻഡിഷ്. നേന്ത്രൻ, ഏത്തൻ, കാവൻഡിഷ്. ഇതിൽ ഗൗരീഗോത്രം എന്ന് പറയുന്നത് തെങ്ങാണ്. ഗൗരീഗോത്രം തെങ്ങിൻ്റെ ഇനാണ്. അടുത്തത്, നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മംഗളവനം. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഇന്ത്യയിലെ എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ ടൈഗർ റിസർവ്? 10ാമത്തേതാണ്. 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. അടുത്തത്, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം, ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ഹണ്ടർ പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് ടൈറ്റാനിയം. അപ്പോൾ ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹണ്ടർ. ഇനി തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ദ്രാവക ഓക്സിജന്റെ നിറം ഇളം മഞ്ഞയാന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതിൻ്റെ നിറം ഇളം നീലയാണ്. ഇളം നീല നിറമാണ് ദ്രവ ഓക്സിജന്റെ നിറം. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീലയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അതായത് തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ഓക്സിജൻ ആ പേര് നൽകിയത് ലവോസിയാണ്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ദ്രവ ഓക്സിജന്റെ നിറം മഞ്ഞയല്ല, ഇളം നീലയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന് താഴെ ഇരിക്കുന്ന ഒരാൾക്ക് ബൾബിൽ നിന്നുള്ള ചൂട് ലഭിക്കുന്നത് ഏത് വഴിയാണ്? അത് വികിരണം വഴിയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന് താഴെ ഇരിക്കുന്ന ആൾക്ക് ബൾബിൽ നിന്ന് ചൂട് ലഭിക്കുന്നത് വികിരണം വഴിയാണ്. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചതാരാണ്? ലിയുഗി ഗാൽവാനിയാണ് ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത്. അടുത്തത്, പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കാനാണ്. അതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരിക. 1ന്റെ യോജിച്ചത് ബി ആണ്. അതായത് മിന്നലിന് കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. 2, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 3, കാന്തിക തത്വത്തിൻ്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് വെബർ. ജർമ്മേനിയം ഉപയോഗിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജാക്ക് കിൽബി. 78ാമത്തെ ചോദ്യം, വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് എത്ര വോൾട്ടാണ്? 400 വോൾട്ടാണ്. വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 വോൾട്ടാണ്. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം വഴിയാണ് സ്റ്റെതസ്കോപ്പ് പ്രവർത്തിക്കുന്നത്. 80ാമത്തെ ചോദ്യം, സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മയാണ്. പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.